ഞാൻ പോയിട്ട് വരാമേ. നീ ഒറ്റയ്ക്ക് കൊച്ചിനെ കൊണ്ട് ആശുപത്രിയിലൊന്നും പോണ്ട, ലളിതം കൊണ്ട് വരും. അച്ഛാ അമ്മയ്ക്കൂടെ വേറെ പണിയില്ലേ? ഞാൻ ഇവനോട് പറഞ്ഞതാ ഞാനിവിടെ കൂടെ പോവാന്ന്, അപ്പൊ വേണ്ടാന്ന് പറഞ്ഞവൻ. എടേ നീ ഒറ്റയ്ക്ക് കൊച്ചിനെ കൊണ്ട് പോയാൽ ശരിയാവൂല എന്നാ പറഞ്ഞത്. അതെന്താ ശരിയാവൂല. ചൂടുണ്ടോ? എടാ കുഴപ്പമൊന്നുമില്ല, ചെറിയ ടെമ്പറേച്ചറേ ഉള്ളൂ. നമുക്ക് ഏതായാലും ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാം. നീ പൈങ്കൂസിനോട് ഒറ്റയ്ക്ക് തിരിഞ്ഞ് പോന്നാ എന്ന് വെച്ചാൽ മാമ അവൾ അവിടെ എന്നെ നിൽക്കാൻ സമ്മതിക്കില്ല. അവള് പറഞ്ഞ വീട്ടിൽ പോ, കൊച്ചിനെ എടുത്തോണ്ട് ഡോക്ടറിനെ കാണിക്കുന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തിട്ട് ലളിതയും കൂടെ വരും. പെണ്ണുങ്ങളില്ലാതെ പോയാൽ ശരിയാവില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി കൊച്ചിന്റെ ബാഗ് എടുത്തിട്ട് വരാം. അല്ല ഞാൻ പോണ്ടേ? വേണ്ട, നീ പോണ്ട. നീ ഇവിടെ നിന്നിട്ട് ഇവിടുത്തെ പിള്ളേരെ കാര്യമൊക്കെ നോക്കിയാൽ മതി കേട്ടോ. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അതെന്തെന്ന് വർത്താനല്ലേ അച്ഛൻ പറഞ്ഞിട്ട് പോയത്? ഞാനിതിന് പിള്ളേരെ നോക്കുന്നത്. അവർ വളർന്നു വലുതായില്ലേ? വലുതായിരുന്ന നീ അവരെ നോക്കണ്ട, അവരൊരു ഭാഗത്ത് നീ കൊച്ചിനെ ഇങ്ങോട്ട്. അല്ല ബാക്കിയുള്ളതുങ്ങളെ നിന്നെ കണ്ട് പഠിച്ച ഒരു വഴിയിൽ എത്തിയിടേ. ഞാൻ ഒന്നിനെങ്കിലും മാറ്റി വേറെ രീതിയിൽ വളർത്താൻ പറ്റുമെന്ന് ശ്രമിക്കട്ടെ. ഞാനിവിടെ വരായിരുന്നു. ഞാനിവിടെ ഡ്രസ്സൊക്കെ മാറിയിരിക്കുമല്ലേ? നീ പറഞ്ഞ ആ ആശുപത്രി അല്ലേ ഞാൻ പോണേ. നേഴ്സുമാർ അവിടെ ഇല്ല. നമുക്ക് പോയി കേട്ടോ. ശരി. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കണ്ണ നിന്റെ അടുത്താണ് ചോദിച്ചേ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എന്തെന്ന്. ഒന്നുമില്ലേ? അല്ല ഞാൻ കൊറേ നേരം ഇവിടെ ശ്രദ്ധിക്കുന്നു. എന്റെ മുഖത്തൊരു വാട്ടം. എനിക്ക് പണിയൊന്നും ഇല്ല. പനിയില്ലേ? പിന്നെ നീ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന എന്തെന്ന് പറ. അതെ ശംഭു ചേട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞ ആരടുത്തും പറഞ്ഞു കൊടുക്കല്ലേ. നീ ആദ്യമേ കാര്യം പറ, എന്നിട്ട് പറയണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കാം. എങ്കിൽ ഞാൻ പറയാനില്ല. കാര്യം പറയണ. ആരത്തെങ്കിലും പറഞ്ഞു കൊടുക്കോ? ഇല്ല. പ്രോമിസ് ചെയ്. പ്രോമിസ്. അതിന് കാര്യം പറ. അല്ലെന്ന് പറഞ്ഞാ നോക്കി. പറ. അതെ ഇന്നലെ സുമേഷാമ്മ നമുക്കേ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു തന്നില്ലേ? ഓ എടാ അതിന്റെ ബാക്കി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അതിനാണാ നീ ഇങ്ങനെ വന്നിരിക്കുന്ന? അതല്ല ശംഭു ചേട്ടാ. പിന്നെ? അതെ ശംഭു ചേട്ടാ, രാവിലെ അമ്മ പോയില്ലേ ഇവിടെന്ന്. അപ്പൊ വാവ കരഞ്ഞ അമ്മ കാണാത്തോണ്ട്. അപ്പൊ ഞാൻ ഐസ്ക്രീം എടുത്ത് ചെറുതായിട്ട് വായിക്കകത്ത് വെച്ചു കൊടുത്തു. ആരുടെ വായില്? വാവയുടെ. എടാ നീ ആ പൊടിക്കൊച്ചിന്റെ വായിൽ ഐസ്ക്രീം വെച്ചു കൊടുത്താ? അത് കരഞ്ഞോണ്ടല്ലേ ശംഭു ചേട്ടാ, അതാണ്ട് ഇത്ര എടുത്ത് വെച്ചു കൊടുത്തു. എന്നാ കരഞ്ഞെന്ന് പറഞ്ഞ പൊടി കൊച്ചുങ്ങൾക്ക് ആരെങ്കിലും ഐസ്ക്രീം കൊടുക്കുവോ? അതുകൊണ്ടായിരിക്കും കൊച്ചിന് പനിയായ. ശംഭു ചേട്ടാ ആരുടെ പറഞ്ഞു കൊടുക്കല്ലേ. ഞാൻ അപ്പച്ചെടുത്ത് പറഞ്ഞു കൊടുക്കല്ലേ പ്ലീസ്, പറഞ്ഞു കൊടുക്കല്ലേ പ്ലീസ്. എടാ പിന്നെ കൊച്ചിന് പനിയായില്ലേ കണ്ണാ? എന്റെ വാവയല്ലേ കരഞ്ഞ, അതുകൊണ്ടല്ലേ ഞാൻ കൊടുത്തേ. അതാരി നീ ഇവിടെ ഇരി. ഞാൻ പറഞ്ഞു കൊടുക്കൂല, നീ അവിടെ ഇരുന്നാണ് ഞാൻ നോക്കിയിട്ട് വരട്ടെ. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ